ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ. അത് ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡി. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് റിജിഡ് ബോഡി എന്നുള്ളതാണ്. റിജിഡ് ബോഡി എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബോഡി എടുക്കും, ഇതിനകത്ത് ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിനകത്ത് ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ആരോ വെച്ച് കാണിച്ചിരിക്കുന്നു, പുറത്തുനിന്ന് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്താലും ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട്. അത്തരം ബോഡീസിനെ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് റിജിഡ് ബോഡി. അപ്പൊ എങ്ങനെയാണ് റിജിഡ് ബോഡി പറയുന്നത്? റിജിഡ് ബോഡി എന്നുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? എ ബോഡി ഡസ് നോട്ട് ചേഞ്ചസ് ഇൻ ഷേപ്പ് ഓർ സൈസ് വെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ്. എ ബോഡി ഡസ് നോട്ട് ചേഞ്ചസ് ഇൻ ഷേപ്പ് ഓർ സൈസ് വെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ നേരത്തെ സർക്കുലർ മോഷൻ പഠിച്ചു, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കറക്കത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ എന്താണെന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ, ഇതൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങി റൊട്ടേഷൻ മോഷൻ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ കിടന്ന് കറങ്ങും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ആക്സിസിൽ കൂടിയേ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ആക്സിസ്. ഈ പാർട്ടിക്കിളിന് ഒരു മാസ് ഉണ്ട്, എം ആണ് അതിന്റെ മാസ്. ഇത് ആക്സിസ് മുതൽ ഈ പാർട്ടിക്കിൾ വരെയുള്ള ദൂരം, ഈ പാർട്ടിക്കിൾ വരെയുള്ള ദൂരം ആറാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ I is equal to m mass, I is equal to m mass square ആണ്. യൂണിറ്റ് നമ്മൾ പറയാൻ ശ്രമിച്ചാൽ കിലോഗ്രാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഈ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, അതിന്റെ സ്ക്വയർ ആണ്. സോ ഇതാണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, ഇത് രണ്ടും സ്കെയിലാർ, ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. തൽക്കാലം നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ടെൻസർ ആണ്, ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ അതൊന്നും പറയാം, ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. So what is moment of inertia of a particle? Moment of inertia of a particle. എന്താണ് moment of inertia of a particle? എന്ന് ചോദിച്ചാൽ moment of inertia of a particle about an axis is the product ആണ് അത് വിളിച്ചിരിക്കുന്നത്. product of mass and square of distance from the axis of rotation to the particle. Distance from the axis of rotation to the particle. So what is moment of inertia of a particle? നിങ്ങൾ പറയാൻ ശ്രമിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ അബൌട്ട് ആൻ ആക്സിസ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദി പാർട്ടിക്കിൾ. ഇനി നമ്മളൊരു ബോഡീന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് എടുക്കുന്നത്. ഇതൊരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഞാനൊരു ബോഡി ഇവിടെ വരയ്ക്കാം. ഈ ഒരു ബോഡി ഈ ആക്സിസിന് ചുറ്റും കറങ്ങുന്നത് വിചാരിക്കുക. ഈ ബോഡി ഈ ആക്സിസിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ കറങ്ങും. ഇതിനകത്ത് കുറെ പാർട്ടിക്കിൾ ഉണ്ടല്ലോ. ഇത് ഒന്നാമത്തെ പാർട്ടിക്കിൾ, അതിന്റെ മാസ് എം1. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R. രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് വിചാരിക്കാം M. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ R2. അങ്ങനെ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. N പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിച്ചു, N പാർട്ടിക്കിൾസ്. അപ്പൊ ഇത് Mn ആണ്, മാസ് Mn ആണ്. ഇത് മുതൽ ഈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് R എന്നാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഓരോ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ m1 r1 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ m2 r2 സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ m3 r3 സ്ക്വയർ. അങ്ങനെ n പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം mn rn സ്ക്വയർ. അപ്പോൾ ഇതാണ് ഈ ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. നമുക്ക് ഒന്നി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്തിരിക്കാം. ആഡ് നമ്മൾ പറയുന്ന പേരാണ് സിഗ്മ. സിഗ്മ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഐ എവിടെ നോട്ട് 1 മുതൽ 1 ഇത് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ട് സെയിം ആണ്. നിങ്ങൾ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഐ ആണ് നമ്മൾ എഴുതിയിട്ടുള്ള ലെറ്റർ, അത് തന്നെ ഇവിടെ എഴുതുക mi rn സ്ക്വയർ. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെങ്കിലും പഠിക്കാം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി about an axis is the
sum of moment of inertia of the individual particle. Individual particle sum എടുത്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയല്ലോ, മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ളതാണ്. സെന്റർ ഓഫ് മാസ് നമ്മളൊരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ ബോഡിക്ക് എല്ലാം മാസ്, ഈ ബോഡിക്ക് ഒരു മാസ് ഉണ്ട്. ആ മാസ് ഒരു ഇമാജിനറി, ഒരു സാങ്കല്പികമായിട്ട് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നത്. ആ ഇമാജിനറി പോയിന്റിനെ പറഞ്ഞ പേരാണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ വാട്ട് ഈസ് സെന്റർ ഓഫ് മാസ്? ഇറ്റ് ഈസ് an imaginary point where the whole mass of the body is concentrated. It's an imaginary point where the whole mass of the body is concentrated. That point is called the center of mass. ഇനി നമ്മൾ അടുത്തിരിക്കുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? ഓക്കെ, ഞാൻ പറയാം. നിങ്ങളൊരു ബോഡി എടുത്തിട്ടുണ്ട്. ഇതൊരു ബോഡിയാണ്. ഈ ബോഡി ഈ ആക്സിസിന് ചുറ്റിട്ടാണ് കറങ്ങുക. അപ്പൊ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ബോഡിയുടെ മാസ് എല്ലാം ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ. ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഈ ആക്സിസ് മുതൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ കെ എന്ന് നൽകിയ. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ബോഡി എടുക്കുന്നു, ഒരു ബോഡിയുടെ മാസ് ഒരു പ്രത്യേക സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞു. ആ പോയിന്റ് മുതൽ ഈ ആക്സിസ് വരെയുള്ള ദൂരം ഞാൻ കെ എന്നുള്ള ലെറ്റർ എടുക്കുന്നു. ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചാലും ഈ പോയിന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചാലും രണ്ടും സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? It is the distance from the axis of rotation to the point where the whole mass of the body is concentrated, such that moment of inertia of the body is equal to the moment of inertia of the point. Point in the moment of inertia കണ്ടുപിടിച്ചാൽ ബോഡിയുടെ moment of inertia കണ്ടുപിടിച്ചാൽ സെയിം ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നും. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അത് പഠിക്കുക. Moment of what is radius of gyration? It's the distance from the axis of rotation to the point. It's the distance from the axis of rotation to the point. Where a point where the whole mass of the body is concentrated. അതായത് such that moment of inertia of the point is equal to the moment of inertia of the actual body or pole. ഒരു തവണ കൂടി പറയാം. What is radius of gyration? It's a distance from the axis of rotation to the point where the whole mass of the body is concentrated such that moment of inertia of the point is equal to the moment of inertia of the actual body. കിട്ടിയല്ലോ. അപ്പോൾ ഇതിന്റെ moment of inertia I നമ്മൾ വിളിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും? m². m എന്നുള്ളത് ഈ ബോഡിയുടെ മാസാണ്. k എന്നുള്ളത് അത് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് k ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ m നെ താഴെ എഴുതുക. I/m is equal to k². K കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. K is equal to root of a/m. അതിന് യൂണിറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് യൂണിറ്റ് മീറ്റർ ആണ്. ഇസ് ഓൾസോ സ്കെയിലർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ അത് പഠിക്കുക. അത് കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ തവണയും എസ്സേ വന്നൊരു ക്വസ്റ്റ്യൻ. അപ്പം അത് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ബുക്ക് എടുക്കാം. എന്തൊക്കെ എഴുതിയ ഇത്രയും കാര്യങ്ങൾ ക്ലിയറാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വാട്ട് ഈസ് റിജിഡ് ബോഡി. A body does not change its shape or size when external force acting on it. What is moment of inertia of a particle? Moment of inertia of a particle about an axis is the product of mass and square of distance from the axis of rotation to the particle. Unit kilogram meter square. What is moment of inertia of a body? Moment of inertia of a body about an axis is the sum of moment of inertia of individual particle. What is the center of mass? What is center of mass? It is it's an imaginary point where the whole mass of the body is concentrated. What is radius of gyration? It is a distance from the axis of rotation to the point where the whole mass of the body is concentrated such that moment of inertia of the point is equal to the moment of inertia of the actual body. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഞാൻ ഒരു ബോഡി ശ്രദ്ധിക്കുക. ഞാൻ ഒരു ബോഡി
ഉദാഹരണത്തിന് ഈ ബുക്കാണ് എടുത്തിരിക്കുക, ബോഡിയാണ് ഇതാണ്. ഓക്കെ, ഈ ബോഡിയിലെ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്ക് കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ഐ എന്ന് വിളിക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ഇതിന് പാരലൽ ആയിട്ടൊരു ആക്സിസ് എടുക്കുക. ആ ആക്സിസ് കടന്നു പോകേണ്ടത് സെന്റർ ഓഫ് മാസിന് കൂടി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ആക്സിസ് എടുത്തു, ഒരു പാരലൽ ആക്സിസ് എടുത്തു, അത് സെന്റർ ഓഫ് മാസിന് കൂടി കടന്നു പോകണം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ICM. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇതാണ് ICM പ്ലസ് MA സ്ക്വയർ. ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പറയുന്നത്? ഇതൊരു ബോഡിയാണ്. ഈ ബോഡി ഈ ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഈ ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്. ഇതിന് പാരലൽ ആയിട്ട് ആക്സിസ് ഇതാണ്. ആ ആക്സിസ് കടന്നു പോകേണ്ടത് അതിന്റെ സെന്റർ ഓഫ് മാസിന് കൂടിയാണ്. സെന്റർ ഓഫ് മാസിന് കൂടിയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളത് ICM പ്ലസ് MA സ്ക്വയർ ആണ്. ICM പ്ലസ് M എന്നുള്ളത് ഈ ബോഡിയുടെ മാസാണ്. A എന്നുള്ളത് ഇവിടെ പറഞ്ഞ A എന്നുള്ളത് ഈ രണ്ട് ആക്സിസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് A എന്ന് വിളിച്ചത്. ഇത്രയും കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് ഒരു ദൗത്യം. എങ്ങനെ പറയാം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി about an axis is the sum of moment of inertia of a body about an axis is the sum of moment of inertia about parallel axis passing through center of mass and product of mass of the body and the square of perpendicular distance between two axes. ഇത്രയും കാര്യം എഴുതിയാൽ പാരലൽ ആക്സിസ് തിയറം കംപ്ലീറ്റ് ആവും. Parallel axis theorem. Okay, so what is parallel axis theorem? Moment of inertia of a body about an axis is the sum of moment of inertia about parallel axis passing through center of mass and the product of mass and square of perpendicular distance between two axes. ഇതാണ് parallel axis theorem. ഇനി നമുക്ക് അടുത്തുള്ളത് perpendicular axis theorem. So perpendicular axis ഞാൻ ഇവിടെ ബോഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു ബോഡി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോഡി എടുത്തിട്ടുണ്ട്. ഈ ബോഡിയിലെ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കും. ഓക്കെ, അതിനുവേണ്ടി ഈ ബോഡിക്ക് ഒരു പ്ലെയിൻ ഉണ്ടാവുന്നു. ആ പ്ലെയിനിൽ രണ്ട് ആക്സിസ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ആക്സിസ്, ഇതാണ് രണ്ടാമത്തെ ആക്സിസ്. ഈ ആക്സിസിന്റെ എക്സ് ആക്സിസ് ആണ് വിചാരിക്കുക. എക്സ് ആക്സിസ്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ കടന്നിരുന്നെങ്കിൽ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടായെങ്കിൽ അതിന് IX എന്ന് വിളിക്കും. ഇത് y ഡാഷ് ആണ്, y ആക്സിസ് ആണ്. അതിനുണ്ടാകുന്ന ഈ ബോഡി ഈ ആക്സിസിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിയിരുന്നെങ്കിൽ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടായാൽ അത് IY എന്ന് വിളിക്കും. ഇത് Z ആക്സിസ്, Z ഡാഷ് ആണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZ ആണെങ്കിൽ ഇതാണ് കണ്ടുപിടിക്കാറുള്ളത്. ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാറുള്ളത്. അപ്പൊ IZ ഈസ് ഈക്വൽ ടു IX പ്ലസ് IY എന്നാണ് പറയുന്നത്. ഞാൻ ഇത് കാണിച്ചു തരാം. ഇതൊരു ബുക്കാണ്. ഈ ബുക്കിന്റെ ഈ ആക്സിസ് കണ്ടോ, ഈ ബുക്കിന്റെ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ബുക്കിന്റെ പ്ലെയിൻ ഇതാണ്. ഇത് നമ്മൾ പറയുന്ന പ്ലെയിൻ ലാമിന എന്ന് പറയും. ഇവിടെ ഉള്ള രണ്ട് ആക്സിസ് എടുക്കുക. ഒന്നാമത്തെ ആക്സിസ് ആണ് ഈ ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസ്. രണ്ടാമത്തെ ആക്സിസ് ആണ് ഇത്. ഈ രണ്ട് ആക്സിസും ഈ ബുക്കിന്റെ പ്ലെയിനിലാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതിനെ IX എന്ന് വിളിക്കുക, കണ്ടോ, ഇതിനെ IX എന്ന് വിളിക്കുക, ഇതിനെ IY എന്ന് വിളിക്കുക. എനിക്ക് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കുള്ളൂ. അത് IZ ആണ്. അപ്പൊ ആ IZ എന്ന് പറയുന്നത് IX പ്ലസ് IY ക്ക് തുല്യമാണ്. IX പ്ലസ് IY ക്ക് തുല്യമാണ്. ഈ മൂന്ന് ആക്സിസ് കണക്ട് ഏതാണ് ഇതിലെ കൂടി ഈ മൂന്ന് ആക്സിസ് ഒരേ പോയിന്റിൽ കൂടിയാണ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. കാര്യങ്ങൾ നമുക്ക് പറയാം. അതേ കാര്യം പറയാം. ഇപ്പൊ എങ്ങനെ പറയാം? ആദ്യം ഇവിടെ നിൽക്കണം. ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന. സം ഓഫ് ഇവിടെ പറഞ്ഞ രണ്ട് കൂട്ടുകാരാണ്. ഇപ്പൊ സം എന്നാണ് പറയുന്നത്. സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് two mutually perpendicular axes on its plane is equal to moment of inertia about perpendicular to the plane and passing through the point of intersection of two axes. ഇവിടെ പറയാം sum of moment of inertia of a plane lamina about two mutually perpendicular axes on its plane
on its plane is equal to moment of inertia above perpendicular to the plane and passing through the point of intersection of two axes. ഇത് രണ്ടെണ്ണം പറയുന്നത് ആദ്യം പറയാനുള്ള സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന. സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന above two mutually perpendicular axes on its plane is equal to moment of inertia above perpendicular to the plane. About perpendicular to the plane and passing through the point of intersection of two axes. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇത് രണ്ട് കഴിഞ്ഞ തവണ എക്സാമിൽ 7 മാർക്കിന് വന്നതാണ്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. 2 സെന്റൻസുകൾ നമുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് പഠിച്ചാൽ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഗ്രൂപ്പ് സാമ്പിൾ ഉറപ്പ് ഇത്തവണയും ചോദിക്കും. What is parallax theorem? What is parallax theorem? Moment of inertia of a body above an axis is the sum of moment of inertia about parallel axis passing through center of mass and the product of mass and square of perpendicular distance between two axes. What is perpendicular axis theorem? Sum of moment of inertia about plane lamina. Sum of moment of inertia of a plane lamina about two mutually perpendicular axes on its plane is equal to moment of inertia about perpendicular to the plane and passing through the point of intersection of two axes. It is I z is equal to Ix plus I y. കിട്ടുമല്ലോ. ഇനി കുറേ ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളൊരു യൂണിഫോം, അതായത് ഒരു പേനയാണ്, ഒരു യൂണിഫോം റോഡ് നമ്മൾ സാധാരണ ചൂടിലൊക്കെ ഇല്ലേ, ഒരു പേനയാണെന്ന് വിചാരിക്കുക. ഈ പേനയുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടി ഇങ്ങനെ കറങ്ങണമെന്ന് വിചാരിക്കുക. സെൻറ്റർ ഓഫ് മാസിൽ കൂടിയുള്ള ഒരു ആക്സിസിൽ ആ പേന ഇങ്ങനെ കറങ്ങും. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇത്രയാണ്. അപ്പോൾ ഒരു യൂണിഫോം റോഡാണ്. ആ യൂണിഫോം റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അതിനൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ അറിഞ്ഞിരിക്കണം. ml square by tau. ml square by tau. ഡെറിവേഷൻ ഒന്നുമില്ല, നമുക്ക് പഠിക്കാം. m എന്നുള്ളത് ഈ റോഡിന്റെ മാസാണ്, l എന്നുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്, ഈ റോഡിന്റെ ലെങ്ത് ആണ്. ഇനി ഒരു റിംഗ് ആണ് എടുക്കുന്നത്. റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അകം പൊള്ളയാണ്, അതിന്റെ മാസില്ല റിംഗിന്റെ. ആ റിംഗിന്റെ സെന്റർ ഓഫ് മാസിൽ കൂടി ഒരു ആക്സിസ് ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ആ റിംഗ് ഇങ്ങനെ കറങ്ങുകയാണ്. ഇതാണ് ആ റിംഗ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സെന്റർ ഓഫ് മാസിൽ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിന്റെ മൊമെന്റ് അറിഞ്ഞിരിക്കണം മാസ്. എം എന്നുള്ളത് റിംഗിന്റെ മാസാണ്, ആർ എന്നുള്ളത് റേഡിയസ് ആണ്. ഇനി ഒരു ഡിസ്കാണ് അറിയാനുള്ള ഡിസ്ക് പ്രോജക്റ്റ് ആകുമ്പോൾ എഴുതിയാറുണ്ട്. അപ്പൊ ഡിസ്ക് അല്ലെങ്കിൽ സി ഡി ഒരു ഡിസ്കാണ്. അത് നടുക്ക് മാസമാണ്. എങ്ങനെ എത്തിക്കുന്നത് മാസം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ മാസ് ഇല്ല. അപ്പൊ ഇതിന് ഈ ആക്സിസ് കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സെന്റർ ഓഫ് മാസ് ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. mr²/2 ഇനി ഒരു ഫുട്ബോൾ ഉണ്ടല്ലോ, ഫുട്ബോളിന്റെ അകം പൊള്ളയാണ്. അപ്പൊ ഒരു സ്പിയർ ആണ്, ഫുട്ബോളിന് സ്പിയർ ആയിട്ടില്ല, സ്പിയർ. ഓക്കെ, ഹോളോ സ്പിയർ, അകം പൊള്ളയായിട്ടുള്ള സ്പിയർ ആണ് ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈ ആക്സിസിൽ കിടന്ന് കറങ്ങിയാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/3 mr². 2/3 mr². ഇനി നമ്മൾ ഗോലി കട്ട് ചെയ്യണം. നമ്മുടെ നടുക്ക് മാസമാണ്. ഓക്കെ, അപ്പൊ ഒരു സോളിഡ് സ്പിയർ ആണ് ഉദ്ദേശിക്കുന്നത്. സോളിഡ് സ്പിയർ. അപ്പൊ സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയെന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തെ ലെറ്റർ എസ് അല്ലേ. ഇപ്പൊ രണ്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പറയും. ഇവിടെ ഹോളോ നമ്മൾ എത്ര വരെ കൊടുക്കണം? ആദ്യ അക്ഷരം വെച്ചാൽ 1 2 3 കണ്ട. അതാണ് 2/3 പഠിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിൽ പറഞ്ഞു. 2/3. അടുത്ത ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയറിന്റെ ഇവിടുത്തെ ആദ്യത്തെ അക്ഷരം നോക്കിയാൽ 5 പോലെയാണ്. അപ്പൊ ഇത് ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ 2/5 mr² ആണ്. ഇനി നിങ്ങളൊരു സിലിണ്ടർ എടുത്തു വെച്ചു, ഹോളോ സിലിണ്ടർ, പൊള്ളയായിട്ടുള്ള സിലിണ്ടർ. ഓക്കെ, ഈ സിലിണ്ടർ ഉണ്ടാക്കിയിട്ട് കുറേ റിങ്സുകൾ ചേർക്കണം. കുറേ റിങ്സുകൾ ചേർക്കണം. അപ്പൊ അതിന്റെ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാകും. അത് തന്നെയാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr².
ഓക്കെ, ഇനി ഒരു സോളിഡ് സിലിണ്ടർ എടുത്താണ്. സോളിഡ് സിലിണ്ടർ അകത്തെല്ലാം മാസമുണ്ട്. അതിന്റെ സെന്റർ ഓഫ് മാസിൽ കൂടി ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ആൻസർ mr² ഇതുകൊണ്ട് അതുണ്ടാക്കിയിട്ടുള്ള കുറേ ഡിസ്കുകൾ ചേർന്നാണ്. ഡിസ്കിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഹോളോ സോളിഡ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഹോളോ സിലിണ്ടർ ആകുമ്പോൾ റിങ്സിന്റെ കോമ്പിനേഷൻ. ഇത്രയും മൊമെന്റ് ഓഫ് ഇനർഷ്യ പല റിജിഡ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് ടോർക്കിനെ പറ്റി. നിങ്ങൾ ചുവര് ഞാൻ ചുവര് കഥ പറയാം. കഥ ടോറിന്റെ വിചാരി ഇതാണ് ഞാൻ വരച്ചത്. ഇതാണ് നമുക്ക് തുറക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ഈ ഡോറിന് ഇവിടെ കഴിക്കാം. പിന്നെ പിടിയോളം. ഓക്കെ, അപ്പൊ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. യഥാർത്ഥത്തിൽ ഈ ഡോർ ഇങ്ങനെ കറങ്ങി വരെയാണ്, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു റൊട്ടേഷന്റെ ഭാഗം റൊട്ടേഷൻ നമ്മൾ ഫോഴ്സ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഈക്വലൻസ് ഓഫ് ഫോഴ്സ്, റൊട്ടേഷൻ മോഷൻ ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക് എന്നത്. ടോർക്കിനെ പോകുന്ന റെപ്രസെന്റേഷൻ ആണ് ഗ്രീക്ക് ലെറ്റർ ടൗ എന്നാണ് വിളിക്കുന്നത്. ടൗ. ഓക്കെ, അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതുവരെയുള്ള ഡിസ്റ്റൻസിൽ നിങ്ങൾ റേഡിയസ് എന്ന് വിളിക്കും. റേഡിയസ് ഒന്നും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു വിചാരിക്കാം. ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതാണ് റേഡിയസിന്റെ ഡയറക്ഷൻ. ഇതാണ് ഈ ഫോഴ്സിന് എനിക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് സോൾവ് ചെയ്യാമല്ലോ. ഈ കമ്പോണന്റ് എഫ് കോസ് തീറ്റ, അതേപോലെ ഒന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ അതിന് പറയുന്നത് വരുന്ന എഫ് സൈൻ. ഇനി ടോർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നോക്കാം, ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ വന്നത് ഇതാണ്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ. അപ്പൊ എത്രയാണ്? എഫ് സൈൻ തീറ്റ ഇൻറ്റു ആർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. വെക്ടർ ഫോമിൽ നമ്മൾ പറഞ്ഞു, വെക്ടറായിട്ട് നമ്മൾ പറഞ്ഞ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വെക്ടറാണ്. ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾ അടുത്ത സമയത്ത് മാത്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. എ ക്രോസ് ബി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കും. മാഗ്നിറ്റ്യൂഡ് ടൗ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ആർ സൈൻ തീറ്റ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ നമുക്ക് ന്യൂട്ടൺ മീറ്റർ വേണം. ശരി, ഇനി ഈ ടോർക്ക് എപ്പോഴൊക്കെയാണ് മാക്സിമം ആവുന്നത്? ടോർക്ക് മാക്സിമം വരുന്ന കേസ് ആലോചിക്കുക. സൈനിന്റെ വാല്യൂ മാക്സിമം വരും. സൈനിന്റെ വാല്യൂ മാക്സിമം എത്രയാണ്? സൈൻ തീറ്റ നമുക്ക് 1 വരണം. അതായത് തീറ്റ 90 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ടോർക്കിന്റെ ആൻസർ എഫ് ആർ എഫ് എന്ന് വരാം. R/F എന്ന് വരും. ഇനി മിനിമം ടോർക്ക് മിനിമം ആവുന്ന കേസ് ഏതൊക്കെ വരാം? ഒന്നി ആറിന്റെ വാല്യൂ 0 ആവും, അല്ലെങ്കിൽ എഫിന്റെ വാല്യൂ 0 ആവാം, അല്ലെങ്കിൽ സൈൻ തീറ്റന്റെ വാല്യൂ 0 ആവും. സൈൻ തീറ്റ 0 ആവുന്ന രണ്ട് കേസുകളാണ്. ഒന്ന് തീറ്റ ഇസിക്കൽ 0യും ഒന്ന് തീറ്റ ഇസിക്കൽ 180 ഡിഗ്രി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൈൻ 0 ഇസിക്കൽ 0, സൈൻ 180 ഇസിക്കൽ 0. അപ്പൊ ആ രണ്ട് കേസുകളിൽ ടോർക്ക് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോർക്കിനെ പറ്റി പറയാനുള്ളത്. നമ്മളിവിടെ പറയാം. What is torque? It is the rotational equivalence of force, or the rotational analog of force is called torque. Torque in a definition is a moment of force. Moment of force is dash. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതണം moment of force is torque. Moment of force is torque. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? R/F sin theta, R/F sin theta. ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയ വെക്ടർ ഫോർമുല R cross F എന്ന് എഴുതാം. How is equal to R cross F? What is the maximum value? Sin theta is equal to 1. So R/F എന്ന് എഴുതാം. What is the minimum value? Minimum value when R is equal to 0, F is equal to 0, sin theta is equal to 0. When theta is equal to 0 degree, 180 degree, sin is equal to 0.
ഓക്കെ, അത്തരം കേസുകളാണ് നമ്മൾ ടോർക്കിൽ പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ടോർക്കും ആംഗുലർ ആക്സിലറേഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. What is the relation between torque and angular acceleration? Relationship between torque and angular acceleration. Relation between torque and angular acceleration. Okay. അപ്പോൾ നമ്മൾ ടോർക്കിന്റെ മാക്സിമം വാല്യൂ എടുത്തിട്ടുണ്ട്. ടോർക്ക് tau is equal to r into f ആണ്. r ന്റെ f സൈനിക്കാണ് r ആണ്. സോ ടോർക്ക് r f ന്റെ ആൻസർ ടോർക്ക് is equal to മാസിന്റെ ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു, അതവിടെ എഴുതി. ഇനി റൊട്ടേഷൻ മോഷനിൽ a is equal to r alpha. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ആക്സിലറേഷൻ a is equal to r alpha നമ്മൾ കണ്ടതാണ്. സോ r ന് m ന് a കാണുന്നത് r alpha. tau is equal to m into r into r ചെയ്താൽ r square ആണ്, ഒരു ആൽഫ ആണ്. So what is mr square? Mr square is moment of inertia. So tau is equal to I alpha. Very important. Torque to produce angular acceleration. Okay. അത് തുടർന്ന് ആലോചിച്ചിരിക്കുക. tau is equal to I alpha ആണ് relationship between torque and angular acceleration. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് എന്താണ് ആംഗുലാർ മൊമെന്റം. വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം? ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. പരീക്ഷയ്ക്ക് വന്ന 3 മാർക്കിനൊക്കെ വരും ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ? ഡെറൈവ് ചെയ്യുക. ടോർക്ക് ടോസിലേക്ക് മാക്സിമം വാല്യൂ എടുക്കുക. ആഫ്റ്റർ ഇത് എഫ് എന്നുള്ളത് എം എ ആണ്, എ കണക്കെടുത്ത് ആർ ആൽഫയാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡി ആയതുകൊണ്ട് r into r ചെയ്ത് r സ്ക്വയർ കിട്ടും. സോ mr സ്ക്വയർ ആൽഫ mr സ്ക്വയർ ആണ് I ആണ്. ജസ്റ്റ് 2-3 തവണ എഴുതി പഠിച്ചു. ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ശരി, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം angular momentum നമ്മൾ represent ലെറ്റർ ഡെൽറ്റ angular. നേരത്തെ പറഞ്ഞാൽ ഇവിടെ ബോഡി ഈ ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കും. ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ. അപ്പൊ അതിന്റെ മൊമെന്റം എന്താണെന്ന് അല്ലെങ്കിൽ വെലോസിറ്റി മൊമെന്റം എന്നുള്ളത് t ആണ്. ഓക്കെ, റേഡിയസുമായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് തീറ്റ ആണെങ്കിൽ അതിനെ 2 കമ്പോണന്റ് ആക്കാം. ഒന്ന് ഈ കമ്പോണന്റ് പി കോസ് തീറ്റ, ഒന്ന് അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് പി സൈൻ. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് മൊമെന്റം? ആംഗുലാർ മൊമെന്റം റൊട്ടേഷൻ മോഷനിലെ മൊമെന്റത്തിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ഇറ്റ് ഇസ് ദ റൊട്ടേഷണൽ ഇക്വലൻസ് ഓഫ് മൊമെന്റം or rotational analog of momentum is angular momentum. Angular momentum is the moment of momentum. And angular momentum എന്നുള്ളത് moment of momentum. Okay, moment of momentum എന്ന് പറഞ്ഞ പേരാണ് angular momentum. അപ്പോൾ momentum എന്ന് പറഞ്ഞാൽ perpendicular distance കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ r into perpendicular distance ഇവിടെ ഇതാണ് കണ്ടത് p sin theta. ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ. സോ L is equal to r into p into sin theta എന്ന് എഴുതാം. നമുക്ക് വെക്ടർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ r cross p വെക്ടർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ r cross p എന്ന് എഴുതാം. യൂണിറ്റ് നമ്മൾ പറയാൻ ശ്രമിച്ചാൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇത് റേഡിയസ് ആണ്. റേഡിയസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് മൊമെന്റം എന്നുള്ളത് എന്താ? മാസിന്റെ വെലോസിറ്റി ആണ്. സോ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ മീറ്റർ കൂടെ ചേർത്താൽ മീറ്റർ സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ്. ഇനി ഇതിന് മാക്സിമം വാല്യൂ വരാൻ പറ്റും. ഇതിന്റെ മാക്സിമം വാല്യൂ എന്നുള്ളത് സൈൻ തീറ്റ വാല്യൂ 1
അതായത് θ is equal to 90 degree ആണ് മാക്സിമം. മിനിമം കേസ് വരുന്നത് ആറിന്റെ വാല്യൂ 0 ആവാം, മൊമെന്റത്തിന്റെ ആൻസർ 0 ആവാം, മൊമെന്റം 0 ആവാം, വെലോസിറ്റി 0 ആവാം. അടുത്ത സൈൻ തീറ്റയുടെ ആൻസർ 0. സൈൻ തീറ്റയുടെ ആൻസർ 0 എന്ന് രണ്ട് കേസുകളുണ്ട്. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി നേരത്തെ പറഞ്ഞു, തീറ്റ ഈസ് ഈക്വൽ ടു 180. ഈ രണ്ട് കേസുകളിൽ ആംഗുലാർ മൊമെന്റം ഇരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞേ വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം? ഇറ്റ് ഈസ് എ റൊട്ടേഷണൽ ഇക്വലൻസ് ഓഫ് മൊമെന്റം ഓർ റൊട്ടേഷൻ അനലോഗ് ഓഫ് മൊമെന്റം. Momentum is angular momentum, that is L is equal to R into P into sin theta, R into P into sin theta. In vector form, L is equal to R cos P. Unit is kilogram meter square per second. The maximum value of angular momentum is L is equal to R into P. The minimum value is 0 when R is equal to 0, P is equal to 0. Sin 0 is equal to 0, sin 180. So, minimum values of angular momentum. Okay, അടുത്ത നമ്മൾ പഠിക്കുന്നത് angular momentum in a situation. Angular momentum, angular velocity relation between angular momentum relation between angular momentum and angular velocity. എല്ലാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ എടുക്കാം R. ഓക്കെ, അപ്പോൾ R മൊമെന്റം എന്നുള്ളത് മാസ് ഇൻടു വെലോസിറ്റി ആണ്. P is equal to mv നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് P is equal to R ഒമേഗ. സോ L is equal to R into m into V കാണുന്നത് R ഒമേഗ. സോ L is equal to m അതേപോലെ R into R ചെയ്ത് കഴിഞ്ഞാൽ R സ്ക്വയർ ആണ്. m R സ്ക്വയർ നമ്മൾ വിളിച്ച പേരാണ് മൊമെന്റത്തിന്റെ ആശയമാണ്. സോ L is equal to I omega. L is equal to I omega. This is the relationship between angular momentum and angular velocity. Okay ആണല്ലോ. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ ഈ റിലേഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾ അന്തവിടെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി പഠിച്ചാൽ മതി. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണണം. ജസ്റ്റ് ഒന്ന് എഴുതി ഇത്രയും ടേംസുകൾ ഡിസ്കസ് ശരിയായിട്ടാവും. വാട്ട് ഈസ് മൊമെന്റം ഓഫ് മൊമെന്റം? മൊമെന്റം ഓഫ് മൊമെന്റം ഈസ് ആംഗുലാർ മൊമെന്റം. വാട്ട് ഈസ് മൊമെന്റം ഓഫ് ഫോഴ്സ്? ദാറ്റ് ഈസ് ടോർക്ക്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. Relation between torque and angular momentum. This is important. Okay, നമ്മൾ ടോർക്കിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ടോർക്ക് tau is equal to I alpha എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചായിരുന്നു. കുറച്ച് നേരത്തെ നമ്മൾ എഴുതിയതാണ് ടോർക്ക് tau is equal to I alpha. അപ്പോൾ നമ്മൾ ആൽഫ എന്താ? omega2 minus omega1 by angular acceleration is the rate of change of angular velocity ആണ് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ആൽഫ is equal to omega2 minus omega1 by t എന്ന് എഴുതുന്നത്. സോ tau is equal to I into ഇത് കാണുന്നുണ്ട് omega2 minus omega1 by t എന്ന് എഴുതി. ഇനി ഈ I നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I omega2 minus I omega1 divided by t എന്ന് എഴുതി. നമ്മളിപ്പോൾ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. L is equal to I omega. L1 ആണെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ ആവില്ല, അങ്ങനെയാണെങ്കിൽ omega1. L2 ആണെങ്കിലും I omega 2. So I omega 2 ന്റെ ആൻസർ എന്താണ്? L2 ആണ്. So tau is equal to L2 minus L1. L2 minus L1 divided by T. This is the relationship between torque and angular momentum. So എന്താണ് എന്ന് മനസ്സിലായത്? Torque is the rate of change of angular momentum. നമ്മൾ ഫോഴ്സ് പഠിക്കുന്നതാണ്. ഫോഴ്സ് is equal to എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ചേഞ്ച് ഇൻ
changing momentum by time. Rotational motion force ne parayna periyanu torque. Momentum ne parayna peri angular momentum. Time ne time enna. Appo idine adu rotational motion illa. Appo engane parayam? It is the torque is the rate of change of angular momentum is simple. This പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ലോയസ്റ്റ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ് ലോയസ്റ്റ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? ലോയസ്റ്റ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്തായാലും നമ്മൾ പഠിച്ചത് there is no force acting on the body, the momentum, the total linear momentum remains constant. അതുപോലെ തന്നെ when there is no torque acting എന്ന് വിചാരിക്കുക, ടൗവിന്റെ ആൻസർ 0. അപ്പോൾ 0 is equal to നമുക്ക് എഴുതാം L2 minus L1 by T എന്ന് എഴുതാം. ഈ 0 കൊണ്ട് T നെ ഗുണിച്ചു കഴിഞ്ഞാൽ 0 is equal to L2 minus L1 എന്ന് എഴുതാം. ഈ മൈനസ് L1 ലേക്ക് ഇപ്പുറത്തോട്ട് ഡെൽറ്റ പൈനാണ് ഇപ്പുറത്തോട്ട് വന്നാൽ നല്ല പൈന പ്ലസ് ആണ്. നല്ല പൈന പ്ലസ് L1 is equal to L2 എന്താണ് ഇതിന്റെ മീനിങ് നോക്കിയത്? when there is no torque acting on the body എല്ലാം ഉള്ളത് ആംഗുലാർ മൊമെന്റം ആണ്. the angular momentum remains constant. കണ്ടോ? ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ആൻസറും ഫൈനൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ആൻസറും മാറുന്നില്ല. they remains constant. when there is no torque acting on the body the angular momentum remains constant. This is law of conservation of angular momentum. Angular momentum. Very very important. പഠിക്കുക. State law of conservation of angular momentum. When there is no torque acting on the body, the angular momentum, the total angular momentum remains as constant. In an application, sir, എന്താണ് അതിന്റെ application? Application എന്നുള്ളത് ഇതാണ്. L മാറുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ട ഇതിന്റെ മീനിങ് L remains constant ആണ്. സോ L ഇക്വേഷൻ നമ്മൾ പഠിച്ചു I ഒമേഗ ആണ്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ I കൂടി കഴിഞ്ഞാൽ ഒമേഗ കുറഞ്ഞാലേ പറ്റും. തിരിച്ചു പറഞ്ഞാൽ I കുറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ കൂടും. സാർ അതെവിടെയാണ് ആപ്ലിക്കേഷൻ? നമ്മൾ യൂട്യൂബിനകത്തൊക്കെ ഒരുപാട് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്കിവിടെ അതിനുള്ള സാഹചര്യമില്ല, ഇല്ലാതെ ഞാൻ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ മാക്സിമം അടുത്ത ക്ലാസ്സിലോ നോക്കാം. നിങ്ങളൊരു കറങ്ങുന്ന ഒരു ചെയർ ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കും. യൂട്യൂബിനകത്ത് സ്ഥിരമായിട്ട് കാണുന്നു ഫിസിക്സിൻ്റെ വീഡിയോസിലൊക്കെ. അപ്പോൾ കറങ്ങുന്ന ചെയറിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അത് 2 വെയിറ്റ് ഉള്ളത് വെയിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ വെക്കുന്നു എന്ന് വിചാരിക്കുക. വെയിറ്റ് ഉണ്ട്, അപ്പോൾ കൈ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ബോഡീൻ്റെ കണ്ട ഇത് 6 കൂടിയാൽ ഇനർഷ്യ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡീൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ ആൻഗുലാർ വെലോസിറ്റി കുറയും. ഇനി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൈ അകത്തോട്ട് പിടിച്ച് വലിക്കുകയെന്ന് വിചാരിക്കും. കൈ അകത്തോട്ട് പിടിച്ച് വലിച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും, ആൻഗുലാർ വെലോസിറ്റി കൂടും. അപ്പോൾ ഇതാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞു. ഒരു കറങ്ങുന്ന ഒരു കസേരയിൽ ഒരാൾ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ വെയിറ്റ്സ് ഉണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്ട്രെച്ച് ചെയ്തു, കൈ പുറത്തോട്ട് വലിച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, ആൻഗുലാർ വെലോസിറ്റി കുറയും. ഇനി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ അകത്തോട്ട് പിടിച്ച് വലിച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുകയും ആൻഗുലാർ വെലോസിറ്റി കൂടുകയും ചെയ്യും. ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെ പറയാം? law of conservation of angular momentum application. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ്? when a person sitting on a freely rotating chair or stool, when a person sitting on a freely rotating chair or stool, his arms consist of weight. During rotation he stretches his arm outward, moment of inertia increases, angular velocity decreases. Okay, during rotation he stretches his arm inward, moment of inertia decreases, angular velocity increases. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ കിട്ടിയില്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന കസേരയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വെയിറ്റുകൾ ഉണ്ടെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തോട്ട് കൈ വലിക്കുക,
മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുകയും ആംഗുലാർ വെലോസിറ്റി കുറയുകയും ചെയ്യുന്നു. അകത്തോട്ട് കൈ വലിച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുകയും ആംഗുലാർ വെലോസിറ്റി കൂടുകയും ചെയ്യും. Okay, when a person sitting on a freely rotating stool or chair, his arms consist of weight. During rotation, he stretches his arm outward. Moment of inertia increases, angular velocity decreases. During rotation, he stretches his arm inward. The moment of inertia decreases, angular velocity increases. അതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ബാലറ്റ് ഡാൻസസ്. നിങ്ങൾ ഈ ഐസ് സ്കേറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന നൃത്തമാടുന്ന ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവർ ബാലറ്റ് ഡാൻസസ് ഓൾസോ യൂസസ് ദി പ്രിൻസിപ്പിൾ ഓഫ് conservation of angular momentum. So ballet dancers also uses the conservation of angular momentum. If they stretches their arm outward, the moment of inertia increases, angular velocity decreases. They stretches their arm inward, the moment of inertia decreases and angular velocity increases. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതാനുള്ള പോയിന്റ് ആണ്, കൈ പുറത്തോട്ട് വലിക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുകയും ആംഗുലാർ വെലോസിറ്റി കുറയുകയും ചെയ്യുന്നു. അകത്തോട്ട് വലിക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുകയും ആംഗുലാർ വെലോസിറ്റി കൂടുകയും ചെയ്യുന്നു. ഇത്തരം കുറച്ച് ഒന്ന് ലെങ്തി ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, റേഡിയസ് ഓഫ് ഗൈറേഷൻ, പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, അതിൻ്റെ ആപ്ലിക്കേഷൻ. ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ നമ്മൾ നട്ടലായിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേൾക്കണം. നമ്മൾ പഠിച്ച് നമ്മൾ വർക്ക് ചെയ്യാതെ ഇതൊന്നും പറ്റത്തില്ല. അപ്പോൾ എക്സാം ഇനി അടുത്തെത്തി വീട്ടിൽ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് പാസ്സാവാൻ പറ്റട്ടെ എന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നുണ്ട്. നമ്മളെയും കൂടെ ഒന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെരി ഓൾ ദ ബെസ്റ്റ്. എക്സാം എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പറഞ്ഞു. താങ്ക് യു.